പണ്ട് കുച്ചിത്തടിമണി ചോദിച്ചതാ മക്കളെ രണ്ട് ഒരുക്കിക്കൊണ്ട് എവിടെ പോവാ? എന്റെ നോട്ടം എല്ലാം കൂടെ കാണണം. അല്ല സുബ്രഹ്മണ്യൻ എന്റെ നോട്ടം പിന്നെതാണ്ട് എന്തുവാ ഇനിയിപ്പോ കിട്ടിയാ തിന്നു കളയാ അതുപോലെ നോക്കുന്നത്. കൊല്ലാനുള്ള ഇതുണ്ട് അതുപോലെ പരസ്യം കൊടുത്താൽ കുടിക്കും. അതുപോലെ അത് നോക്കുന്ന അതിന്റെ നോട്ടം. ഇടയ്ക്കിടയ്ക്ക് പെമ്പളയൊക്കെ ഒരു പെമ്പള പോകും ഇതുവഴി. ഇനി എത്ര ഇങ്ങനെ പോകുന്നത് എന്റെ ഇവന്റെ വീട്ടിലോട്ട്. അവൻ ചുമതല നടത്തുന്നോണ്ടല്ലേ അവന്റെ പെമ്പളയെല്ലാം കയറി പോകുന്നത്. എന്നിട്ട് അവൻ നമ്മളെ പറയുന്നു ചുമന്നതെല്ലാം എഴുതി വെക്കാൻ. അവൻ പറയുക അവന്റെ വീട്ടിലോട്ട് പോകുന്ന വഴിയൊക്കെ കാണുമ്പോഴേ ചുവന്നതിന് പോലെ ഇരിക്കുന്നത്. ഞങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് സഹോദയ മന്ദിരം കെയർ ഓഫ് ദീപായസ് പണിക്കർ കെയർ ഓഫ് മുക്കുംകുറ്റൻ സഹോദയ മന്ദിരം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നീ എഴുതി നിന്റെ അവിടെ എഴുതാൻ സ്ഥലമില്ല നിനക്ക്. നീ അവിടോട്ട് ഒരു പ്ലക്കാർഡ് ഉണ്ടാക്കി ഇങ്ങനെ കുത്തി വെക്കണം. ചുവന്ന തെരുവ് കൽപ്പകവല്ലി സുബ്രഹ്മണ്യൻ. ആവശ്യമുള്ളവർ ചെല്ലുക. ഞങ്ങളിവിടെ എഴുതി വെച്ചിട്ടുണ്ട് സഹോദയ മന്ദിരം ദീപായസ് പണിക്കർ കെയർ ഓഫ് മുക്കുംകുറ്റൻ സഹോദയ മന്ദിരം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വീടിന്റെ മുന്നിൽ നല്ലപോലെ എഴുതി വെച്ചിട്ടുണ്ട്. കാണുന്നില്ലയോ ആളുകള്? ഞാനും എൻ്റെ അമ്മയാണ് ഇവിടെ ഉള്ളത്. കിടന്നുറങ്ങുന്നത് വരെ ഞങ്ങൾ യൂട്യൂബിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് നല്ലപോലെ. ഞാനിവിടെ കിടന്നുറങ്ങുന്നത് കിടന്നുറങ്ങുന്നതെന്ന് എന്തുവാ മണിക്കൂറിൽ ഓരോന്ന് വീതം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് മതി. മണിക്കൂറിൽ ഓരോന്ന് വീതം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. 10-15 മിനിറ്റ് ഉറങ്ങുന്നതല്ല. കേട്ടോടാ? നിന്റെ അവിടോട്ട് എഴുതി വൈ. നീ തോന്നിയാസം പറയുന്നോ? ഇവിടെ കാറും കീറും കൂറും ഒന്നും ഞങ്ങളുടെ വീട്ടിലില്ല. കാറും കീറും കൂറും ഒന്നും ഞങ്ങളുടെ വീട്ടിലില്ല വരാന്. കാറുള്ളവനെയും കീറുള്ളവനെയും ഒന്നും ഞങ്ങൾ കയറ്റി പിടിക്കുന്നില്ല ഇവിടെ. ഞങ്ങൾക്ക് തന്നെ കാറുണ്ടായിരുന്നു. അതായത് കാറുള്ളവനെയും കീറുള്ളവനെയും ഒന്നും സ്കൂട്ടറുള്ളവനെയും ഒന്നും ഞങ്ങൾ പിടിക്കുന്നില്ല. ഇവിടെ ഞാനും എൻ്റെ അമ്മയും കൂടെ അവിടെ ഇരിക്കുന്നു. അല്ലാതെ കാറുള്ളവനെയും കീറുള്ളവനെയും ഒന്നും ഞങ്ങൾ പിടിക്കുന്നില്ല ഇവിടെ ഒന്നും. ഇവിടെ ഞങ്ങളുടെ മുറ്റത്തൊന്നും ഒരു കാറും കീറും വരുന്നു കിടക്കുന്നില്ല. മണിക്കൂറുകളിലൊന്നും ഞങ്ങളുടെ വീട്ടിന്റെ മുറ്റത്ത് കാറും കീറും ഒന്നും കിടക്കുന്നില്ല. സാധനമന്ദിരത്തിന്റെ മുറ്റത്ത് ഇവിടെ ഞാനും എൻ്റെ അമ്മയാണുള്ളത്. അല്ലാതെ വേറെ ആരും ഇല്ല. ഞാൻ പറയുന്നു അവൻ ചുവന്നതിന്റെ കൂടെ പോയേക്ക് വന്നതിന്റെ പച്ച ചുവന്നതിന്റെ കൂടെ പോയേക്ക് വന്നതാ. അവൻ പോലെ ചുവന്ന ചുവന്ന പൊടിയുടെ കീഴിൽ ഇങ്ങനെ ആളുകൾ വീട്ടിലെ പെണ്ണുങ്ങളെയൊക്കെ നോക്കാൻ പോകരുത്. ഈ ഓരോ വീടുകളിലേ പ്ലാസ്റ്റിക്കാരി വരുന്ന ഇങ്ങനെ പെണ്ണുങ്ങളുടെ വിവരങ്ങളൊക്കെ തിരക്കാൻ പോകരുത്. അതിനാണ് പോകുന്നത്. ചുവന്നതിലൊന്നും എഴുതി വെക്കാൻ പോലും പറയുന്നു. നീ അങ്ങനെ കുറെ നടന്നതാ. നീ അങ്ങനെ വന്ന് കയറി വലിയടാ. ഞങ്ങളുടെ എഴുതി വെച്ചിട്ടുണ്ട് ദീപായസ് പണിക്കർ കെയർ ഓഫ് മുക്കുംകുറ്റൻ സഹോദയ മന്ദിരം എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. ഞങ്ങൾ എഴുതി വെച്ചത് എഴുതി വെച്ചു. നീ അവിടെ ഒരു പ്ലക്കാർഡ് കുത്തി വരും. നിന്റെ വഴി കാണുന്നവർക്ക് മനസ്സിലാവുക. നിന്റെ വീട് ചോളദേവിയിലോട്ട് പോകുന്നവരായിരിക്കും. നിന്റെ വീടിന്റെ അവിടെ ഇങ്ങനെ ചോളദേവിയിലോട്ടൊക്കെ പോകുന്നതാ. നീ അവിടെ എഴുതി വരും. ഞങ്ങളിവിടെ ഗേറ്റ് പൂട്ടി താക്കോലിട്ടിരിക്കുക. ഇവിടെ കാറും കീറും കൂടും ഒന്നും വരാറില്ല. ഒരവന്റെയും കാറും
കാറും കീറും ഒന്നും ഞങ്ങൾ കേൾക്കുന്നില്ല ഇവിടെ ഒന്നും. എന്നൊന്നും നീ തോന്നിയാസം പറയുന്നോ? അവന് നമ്മളെ നരച്ചു. അവന്റെ നോട്ടം കാണണം, അവന്റെ നോട്ടം. കുട്ടമ്മാവനെ ഈ പറഞ്ഞാൽ ജയിലിലടയ്ക്കും. കുട്ടമ്മാവനെ ദശമൂലം പറയുക, ദശമൂലം. 10 മൂലക്കുരുവിന്റെ അസുഖം, അവന് 10 മൂലക്കുരുവിന്റെ അസുഖമാണ് ദശമൂലം. അതിന്റെ ആ പ്രൊഫൈൽസിക്കൊക്കെ കാണാം, കള്ള ഫേക്കിന്റെ പ്രൊഫൈൽസിക്കൊക്കെ കാണണം. അയ്യോ എന്തുവാണ് കണ്ണൊക്കെ ഇങ്ങനെ തള്ളി സൈക്കോ ഇങ്ങനെ ഇരിക്കുന്നതാണ്, സൈക്കോ. അച്ഛന് സൈക്കോ ഇങ്ങനെ ഇരിക്കുക, ദശമൂലം. ഭയങ്കര മൂലത്തിന്റെ അസുഖമാണ് അവന്. ഇതാ 10 മൂലം ഇങ്ങനെ തള്ളി കിടക്കുകയാണ്, ദശമൂലമാണ് അവന്. അവന് ദശമൂലത്തിന് രോഗമാണ്, അവന് ദശമൂലം. അവന്റെ 10 മൂലം എല്ലാം കൂടെ പൊട്ടിയാടി കിടക്കുവാണ്, അവന്റെ മൂലം എല്ലാം കൂടെ. കള്ള ഫേക്കിന്റെ പള്ളി കാണണം, കള്ള ഫേക്കിന്റെ ഫോട്ടോ ഒക്കെ കാണണം, കള്ള ഫേക്ക്. ഈ ദശമൂലത്തിന്റെ അവന്റെ ഫോട്ടോ ഒന്നുമല്ല, വേറെ ഏതോ കണ്ണൊക്കെ ഇങ്ങനെ തള്ളി ഇങ്ങനെ ഏതോ ഒരു ശാന്തന്റെ കുട്ടിക്കുന്ന ഒരു ഫോട്ടോ. ഫേക്ക് പ്രൊഫൈലുമായിട്ട് നടക്കുക, ഫേക്ക് പ്രൊഫൈലുമായിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടിങ്ങനെ ആളുകളെ ഗ്യാസ് ലൈറ്റിംഗ് എന്നാണ് നടത്തുന്ന പരിപാടി. ഗ്യാസ് ലൈറ്റിംഗ്, ആളുകളെ ഗ്യാസ് ലൈറ്റിംഗ് നടത്തുന്ന പരിപാടി. ഗ്യാസ് ലൈറ്റിംഗ് നടത്തുക ഇതിന്റെ ജോലിമാരുടെ ജോലി. സ്റ്റോക്കിങ്, ഗ്യാസ് ലൈറ്റിംഗ്, അങ്ങനെ പല പല കള്ള പരിപാടികളാണ്, ക്രിമിനൽ പരിപാടികളാണ് ഇവന്മാരുടെ കയ്യിലിരിക്കുന്നത്. ഇവനെ ചീത്ത വിളിക്കുക, ഇവനെ രോഗം. ഇങ്ങനെ അഭിനയിച്ചിങ്ങനെ പോയി. ഓലകെട്ടിയമ്പലത്തിൽ ഒരാൾ പോലും ഇല്ല മാസ്ക് വെച്ച് പോകുന്നത്. എന്നിങ്ങനെ മാസ്ക് വെച്ച് നാഴിക്ക് 40 വട്ടം നടക്കുക. മാസ്ക് വെച്ച് നാഴിക്ക് 40 വട്ടം. ഇങ്ങോട്ടാരാണ്ട് വരുന്നു വരുന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ നടക്കുക. രോഗാണുക്കൾ വരുന്നൊന്നുമില്ല. പോകാമേ രോഗാണു പോലും എന്തോ രോഗാണുവാ. ഇവന്റെ മോനെ കാണാതിരിക്കാനാ, ഇവന്റെ മോന്റെ അറിയാതിരിക്കാനാ, ഇവന്റെ ആൾമാറാട്ടം നടത്തുക മാസ്ക് വെച്ച്. ഞങ്ങളുടെ വീടിന്റെ മുന്നിൽ കൂടെ എന്റെ വഴി, ഇവർക്കൂടെ നടന്നുകൊണ്ട് എന്തുവാ ആരാണ്ട് ഇങ്ങോട്ട് കയറുന്നെന്ന് പറഞ്ഞാൽ അഭിനയിക്കുക കുറെ ആൾമാരും അമ്മമാരും. ജോലിയൊന്നുമില്ല, ഞങ്ങളുടെ വീട്ടിലിരിക്കുക, ഞങ്ങളുടെ ഗേറ്റും പൂട്ടിയിട്ടേക്കുക. ഇങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞാൽ അഭിനയിക്കുക കുറെ ആൾമാരും അമ്മമാരും. ഇതാ ജോലി. വന്ന ആൾമാറാട്ടം നടത്തി കുറെ ആൾമാരും അമ്മമാരും ഞങ്ങളുടെ ക്യാമറ ഓഫ് ചെയ്ത് പല പല വേലകളാ. നാഴിക്ക് 40 വട്ടം ക്യാമറ ഓഫ് ചെയ്ത് പിന്നെ പല പല വേലകളാ. V2K, വോയിസ് ടു സ്കൾ, അങ്ങനെ പല പല വേലകളാണ് ഇവന്മാരുടെ കയ്യിലുള്ളത്. വോയിസ് ടു സ്കൾ എന്ന് വേണ്ട പല പല ഇത്, ന്യൂറൽ ഇമേജിങ് അങ്ങനെ പല പല ഇതാണ് ഇവന്മാരുടെ കയ്യിലുള്ളത്. ഇങ്ങനെ ഇരിക്കുക ഫോണും പിടിച്ചിങ്ങനെ പറയണം. ഫോണും പിടിച്ചിങ്ങനെ ഇരിപ്പാ ജോലി, ഫോണും പിടിച്ച് ക്രിമിനലുകൾ ഇങ്ങനെ ഇരിക്കുക. അമ്മമാർക്കെല്ലാം ഫേക്ക് പ്രൊഫൈൽ. സൈബർ സെല്ല് അന്നേരം പിടികൂടും. ഏത് ഫേക്ക് പ്രൊഫൈലും സൈബർ സെല്ല് പിടികൂടും. ഏത് ഫേക്ക് പ്രൊഫൈലും അന്നേരമേ പൊക്കും. ഫേക്ക് പ്രൊഫൈലും കൊണ്ട് അല്ല, നമ്മൾ പരാതി കൊടുത്താൽ മതി, സൈബർ സെല്ലുകാർ വന്ന് പൊക്കിക്കോളും. ഫേക്ക് ID ഒക്കെ ഉണ്ടാക്കി മറ്റുള്ളവരെ ചീത്ത വിളിക്കുക യൂട്യൂബിനകത്തൂടെ. അങ്ങനെ പല പല പരിപാടിയായി അവർക്ക്. എടുത്ത് വെച്ചിട്ടുണ്ട്, എല്ലായിടത്തും സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവന്റെ ID വീഡിയോ ഒക്കെ. ഇതിന്റെ ID വീഡിയോ ഒക്കെ ഉണ്ട്. ഇതിന്റെ ഗ്യാസ് ലൈറ്റിംഗ് ID ഒക്കെ ഉണ്ട്. ഇതിന്റെ ID എല്ലാം എടുത്ത് വെച്ചിരിക്കുക, എല്ലാവരുടെ ID. കുറെ അമ്മമാർക്കുണ്ട്. അല്ലാണ്ട് കാര്യം നോക്കുമല്ലോ, ഇങ്ങനെ കണ്ടവരുടെ കാര്യത്തിനൊക്കെ ഇതാക്കി നടക്കുക. എനിക്ക് ആരാന്നറിയത്തില്ല. മറ്റുള്ളവരെ ചീത്ത വിളിക്കുക യൂട്യൂബിനകത്തൂടെ. ഭയങ്കര രോഗമാണ്. കുട്ടന്മാവൻ